ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഐഫോൺ യൂസേഴ്സിനും അതുപോലെ ടൈപ്പ് സി ഉള്ള പുതിയ ഫോണുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. യൂസ്ഫുൾ ആണെന്ന് ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ടൈമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ചെറിയ പൊടിക്കൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ഐഫോൺ യൂസേഴ്സിനോട് പറയാനുള്ളത്, ഇപ്പോൾ ഐഫോൺ യൂസേഴ്സിന് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ യൂസേഴ്സിന് അറിയാൻ പറ്റും. ഈ ചാർജ് ആവാത്ത പ്രശ്നമാണ് മെയിനായിട്ട് വരിക. ഈ ഫോണിൽ മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചാർജ് ആവാത്ത പ്രശ്നമായിട്ടാണ് കൂടുതലും വരുന്നത്. 90% കംപ്ലൈൻറ്റ് വരിക ഐഫോണിന്. ഒന്ന് ചാർജ് ആവാത്ത പ്രശ്നം. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ES സ്പീക്കറിൻ്റെ പ്രശ്നമാണ്. ES സ്പീക്കറിന് സൗണ്ട് ഇല്ലാതെ വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിങ്ങറിനുള്ള കംപ്ലൈൻ്റ് ആണ്. റിങ്ങർ മ്യൂസിക് കേൾക്കുമ്പോൾ ആ സൗണ്ട് കുറവ്, ശബ്ദമില്ലായ്മ. ഈ 3 പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഐഫോണിന് വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഒരു ടിപ്സാണ് പറഞ്ഞു തരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ഈ ഐഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഈ വയറ് ഉള്ളിലേക്ക് കയറാത്ത പ്രശ്നം വരും. ഫുള്ളായിട്ട് ഉള്ളിലേക്ക് കയറാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചാർജ് ആവില്ല, പകുതി മാത്രമേ ഉള്ളിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇത് എന്തെങ്കിലും കാര്യമായ കംപ്ലൈൻ്റ് ആണെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ സർവീസ് സെൻറ്ററിലേക്ക് പോകും. സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചാർജിങ് പോർട്ടിൻ്റെ കംപ്ലൈൻ്റ് ആണ്. എന്തായാലും ഒരു ഐഫോൺ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ 3K 3.8 അങ്ങനെയാണ് അവരെ സർവീസ് സെൻറ്റർ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ 3800, 4000, 4800 ഇതൊക്കെയാണ് അവരെ സ്റ്റാർട്ടിങ് ബേസിക് ആയിട്ടുള്ള റേറ്റ്. അപ്പോൾ അതിന് ചാർജ് ആവാത്ത പ്രശ്നം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അത് 95% വരുന്നത് ഐഫോണിനും അതുപോലെ ടൈപ്പ് സി അതിനാണ് കൂടുതൽ വരുന്നത്. ടൈപ്പ് സി ഇപ്പം വരുന്ന പുതിയ ഫോണുകൾക്കും വരുന്നത് മെയിൻ പ്രശ്നം വരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പോക്കറ്റിലൊക്കെ വെക്കുന്ന സമയത്ത് പോക്കറ്റിലുള്ള ഈ ടിഷ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയൊരു പേപ്പർ പീസുകൾ അതൊക്കെ കയറി ഈ ചാർജിങ് പോർട്ടിൽ കയറി ഇതൊരു മാഗ്നറ്റ് പോലെയാണ്. ഈ വേണ്ടാത്ത വേസ്റ്റുകളൊക്കെ ഈ കീശന്ന് അത് വലിച്ചെടുക്കണോ എന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടാവും ചില സമയത്ത്. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുള്ളിൽ അത്രയും പൊടിയും കാര്യങ്ങളൊക്കെ കയറി കിടക്കുന്നതുകൊണ്ടാണ് ഈ ചാർജ് ആവാത്ത പ്രശ്നം വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചാർജിങ് ബോട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ ട്യൂസർ പോലത്തെ ട്യൂസർ ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ നൈസ് ഒരു ചെറിയ സ്മൂത്ത് ആയിരിക്കണം. അല്ലെങ്കിൽ അത് ഇട്ട് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കണക്ടറൊക്കെ പൊട്ടിപ്പോവും. അത് നൈസായിട്ടുള്ള ഈ ട്യൂസർ പോലത്തതോ അല്ലെങ്കിൽ ഈ സേഫ്റ്റി പിന്ന് അതുപോലത്തെ പിന്നുകൾ, അങ്ങനത്തെ ചെറിയ പിന്നുകൾ എടുത്തിട്ട് ആ പോർട്ടിൽ കുറച്ച് ഇങ്ങോട്ട് പിടിച്ചു ഈ പോർട്ടിൽ ഒന്ന് ക്ലീൻ ചെയ്യാം. മെല്ലെ വളരെ സ്മൂത്തായിട്ട് മെല്ലെ ഇതിനുള്ളിൽ കൊണ്ടുപോയിട്ട് അതിനുള്ള ഡസ്റ്റ്, കൂടുതലും ഡസ്റ്റ് കാണും. പിന്നെ പേപ്പർ പീസ് അങ്ങനത്തെ ആണ് ഇതിൽ കൂടുതലും കുടുങ്ങുക. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ചെറിയ ചെറിയ ത്രെഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മെല്ലെ അതൊന്ന് ക്ലീൻ ചെയ്യാം. ഞങ്ങൾ ഈ ബഡ്സൊക്കെ ഇട്ട് ചെവിയൊക്കെ ക്ലീൻ ചെയ്യില്ല, അതുപോലെ സ്മൂത്തായിട്ട് ക്ലീൻ ചെയ്യണം. അല്ലാതെ വല്ലാതെ അങ്ങ് ഇട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈ ഉള്ളിൽ കണക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതെ, ഇപ്പം ഞാനിത് ക്ലീൻ ചെയ്തതിനുള്ളിൽ എന്തോ ഉണ്ട്, കാര്യമായിട്ടൊരു വേസ്റ്റ് കാണുന്നുണ്ട്. അതിങ്ങനെ ഇട്ട് മെല്ലെ എടുത്ത് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ആ ഡസ്റ്റും അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു. ഇപ്പോൾ ഇതിനുള്ളിലുള്ള വേസ്റ്റാണ് കിടക്കുന്നത്. ഇപ്പോൾ ഞാനും ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ഫോണിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ചാർജ് ആവാത്ത. അങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം കണ്ടോ, ഞാനത് ഈ പേപ്പറിലിട്ട് കാണിച്ചു തരാം.
ഇനിയുണ്ട് സാധനങ്ങൾ, ഡസ്റ്റും. ഇനിയുണ്ട് സാധനങ്ങൾ. ഇതിൽ ഒരുപാട് ഡസ്റ്റ് ഉണ്ട്. കുറേ ആയി ഞാൻ ക്ലീൻ ചെയ്തിട്ട്. ഒന്ന് സൂം ചെയ്ത് ഇത് കണ്ടില്ലേ, ഇത്രയും ഡസ്റ്റും വേസ്റ്റും. ഇത് കോട്ടനാണ്, കോട്ടൺ ഉള്ളിൽ കയറിയതാണ്. ഇതാ ഇത്രയും വേസ്റ്റ് ഇപ്പോൾ ഇതിനുള്ളിലുണ്ടായിരുന്നു, ഡസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അതാണ് ചാർജിങ് ആവാത്ത മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വരിക. 95% വരുന്നത് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങളെന്താ ചെയ്യുക, നേരെ സർവീസ് സെൻറ്ററിലേക്ക് പോകും. സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓപ്ഷനൊന്നുമില്ല. അവർ പറയാം അത് ചാർജിങ് പോർട്ടാണ് കംപ്ലൈൻറ്റ്, അത് മാറണമെന്ന് പറയും. അവർ മാറിത്തരും. മാറിയിട്ട് പുതിയ ഇട്ടിട്ട് അതിനുള്ള ഒരു ബില്ല്, നല്ലൊരു ബില്ലും തരും. അപ്പം ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചാർജിങ് പോർട്ടിൻ്റെ കാര്യം ചാർജ് ആവുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞൊരു ടിപ്പ് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് ഇ എസ് സ്പീക്കർ സൗണ്ടിൽ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അതേപോലെ തന്നെ ഈ സ്പീക്കറിൻ്റെ അടുത്ത് മെഷ്, അതൊരു നെറ്റ് പോലെയാണ് കിടക്കുന്നത്, ചെറിയ ചെറിയ ഹോളിൽ നെറ്റ് പോലെ കിടക്കുന്നത്. അതിൽ ഡസ്റ്റ് വന്നിട്ടാണ് അതിങ്ങനെ ചെറിയ ചെറിയ ഡസ്റ്റുകൾ ഇങ്ങനെ വന്ന് അത് ക്ലോസ് ആകുമ്പോഴാണ് സൗണ്ട് കുറഞ്ഞു വരുന്നത്. മെല്ലെ മെല്ലെ സൗണ്ട് കുറഞ്ഞ് പിന്നെ തീരെ കേൾക്കാതെ ആവും. അപ്പോൾ അത് എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെറിയ പിന്നെടുത്ത് വല്ലാതെ കുത്തരുത്. അത് ചെറിയൊരു നെറ്റാണ്, ഇതുപോലെ ചെറിയ പിന്നെടുത്ത് മേലെ അതൊന്ന് ക്ലീൻ ചെയ്യുക, സ്മൂത്തായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ബ്രഷ്, ഞങ്ങളെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ. അതുപോലെ IP ഉള്ളതാണെങ്കിൽ കുറച്ച് IP എന്ന്, ഇത് IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഫോണ്, ലാപ്ടോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സാധനമാണ്. ഫോണിൻ്റെ ബോർഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സാധനം ഇതാണ്, ഇത് IP. അതൊന്ന് വല്ല ബ്രഷിലൊന്ന് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ആ സ്പീക്കർ ഒന്നങ്ങ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആ ഡസ്റ്റുകളൊക്കെ എന്താവും, മൊത്തം ഇത് ഈ ബ്രഷിലോട്ട് വന്നിട്ട് അത് ക്ലീൻ ആവും. അപ്പോൾ ക്ലീൻ ചെയ്താൽ പഴയ സ്ഥിതിയിലേക്ക് മാറും. ES സ്പീക്കറിൻ്റെ കംപ്ലൈൻറ്റ് മാറിക്കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത് വരുന്നത് റിങ്ങറും അതേപോലെ ഹോളാണ് വരിക, ചെറിയ ചെറിയ ഹോളാണ് വരിക റിങ്ങറിനകത്ത്. അതിലും വരിക ഡസ്റ്റ് കുടുങ്ങിയിട്ടുള്ള പ്രോബ്ലം മാത്രമാണ് വരിക. അല്ലാതെ ഐഫോണും ടൈപ്പ് സിക്കൊന്നും അങ്ങനത്തെ കംപ്ലൈൻറ്റേ വരില്ല. അത് വളരെ റെയറാണ് വരുന്നത്. ഈ ഡസ്റ്റ് കുടുങ്ങിയിട്ടാണ് പ്രശ്നം വരിക. അപ്പോൾ അതിനും ഉള്ള പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ പിന്നു കൊണ്ടോ ഒന്ന് ക്ലീൻ ചെയ്ത്, ഇതേപോലെ ഒരു ടൂത്ത് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യുക. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡസ്റ്റൊക്കെ പോയി കഴിഞ്ഞാൽ ആ റിങ്ങറിന് ഞങ്ങളുടെ മ്യൂസിക്കിൻ്റെ സൗണ്ടും കാര്യങ്ങളും വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല സൗണ്ട്, പഴയ സൗണ്ട് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിന് കംപ്ലൈൻറ്റ് വന്നാൽ പെട്ടെന്ന് സർവീസ് സെൻറ്ററിലേക്ക് ഓടാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങളൊരു മൊബൈൽ ഫീൽഡാണ്, ഇതൊന്നും ടിപ്പ് പുറത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതാണ്. എന്നാലും നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതുപോലെ ബാറ്ററി ബാക്കപ്പ്, ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് പോകുന്നത്, ഇപ്പം ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് പിന്നെ കുറഞ്ഞു പോകുന്നത്. പുതിയ ഫോൺ തന്നെ എടുത്ത ഉടനെ തന്നെ 1 മാസം കൊണ്ട് തന്നെ ഇപ്പം ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് കുറഞ്ഞു പോവാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഞങ്ങൾ പിന്നെ ഈ ലോക്കൽ ഡ്യൂപ്ലിക്കേറ്റ് ചാർജർ കൊണ്ട് കേബിളോ അല്ലെങ്കിൽ അഡാപ്റ്ററോ ലോക്കൽ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും സംഭവിക്കുന്നത്.
പിന്നെ എന്ന് പറഞ്ഞാൽ ഓവർ ഞങ്ങളൊക്കെ രാത്രി കിടക്കുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചാർജ് ഇല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ അത് ചാർജിലിട്ടിട്ട് നേരം വെളുക്കോളം ചാർജ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നം വരും. അപ്പം ബാറ്ററി ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓവർ ചാർജ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ വരുന്ന ഫോണുകളൊക്കെ 20 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് ഫുള്ള് ചാർജ് ചെയ്യണം. മാക്സിമം ഒരു 3/4 മണിക്കൂർ കൊണ്ട് ചാർജ് ആവുന്ന ഫോണുകളാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ ചാർജ് ഊരുക. പിന്നെ രാത്രി ഫുൾ ടൈം കുത്തിവെക്കാതിരിക്കുക, ചാർജിലിടാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇന്ന് ചെയ്ത വീഡിയോ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നാണ് ചെയ്തത്. തലശ്ശേരി ടു നാദാപുരം റോഡിൽ തലശ്ശേരിയിൽ നിന്ന് നാദാപുരത്തേക്ക് വരുമ്പോൾ പള്ളൂർ പോലീസ് സ്റ്റേഷൻ, പള്ളൂർ എത്തിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷോപ്പ് വരുന്നത്. ലിയോ മൊബൈൽ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഫോണിന് എന്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഐഫോൺ ആയിക്കോട്ടെ, ഏത് പുതിയ മോഡലായിക്കോട്ടെ, ബോർഡ് കംപ്ലയിൻ്റ് ആയിക്കോട്ടെ, ഡെഡ് ഫോൺ ആയിക്കോട്ടെ, ഏത് ഫോണാണെങ്കിലും നന്നാവാത്ത ഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റെഡിയാക്കി തരുന്നതാണ്. നല്ല സർവീസറാണ് ഇവിടെ ഉള്ളത്. നല്ല ടെക്നീഷ്യനാണ്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർ ബന്ധപ്പെടുക. പക്ഷേ ഒരു കാര്യം റിക്വസ്റ്റ് ഉണ്ട് കസ്റ്റമറുടെ അടുത്ത്, പെട്ടെന്ന് ടൈം ഡെഡ് ഫോണൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് സമയം തരിക. പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഡെഡ് ഫോൺ ആയിക്കഴിഞ്ഞാലും നന്നാക്കി തരുന്നതാണ്. എത്ര ടൈം എടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ സർവീസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ബന്ധപ്പെടാനുള്ള നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.